നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിസ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിയാഷെയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന തിയറിയാണ്. ഇത് ശരിക്കും ഒരു കോഗ്നിറ്റീവ് വ്യൂസ് ഓഫ് ലേണിംഗിൽ വരുന്ന തിയറിയാണ്. ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ തന്നെയും ബിഹേവിയറിസ്റ്റ് തിയറീസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ട്രയൽ ആൻഡ് എറർ ആണെങ്കിലും ശരി, ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണെങ്കിലും ഗാഗ്നയുടെ തിയറി ആണെങ്കിലും അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബിഹേവിയറിസ്റ്റ് തിയറീസിലാണ് പഠിച്ചത്. പക്ഷേ ഇതൊരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള വ്യൂസ് ഓഫ് ലേണിംഗിൽ വരുന്നതാണ് പിയാഷെയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിയാഷെ പ്രൊപ്പോസസ് ദാറ്റ് ലേണിംഗ് ഈസ് എ ഡൈനാമിക് പ്രോസസ്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് പ്രോസസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഇറ്റ് കംപ്രൈസിങ് സക്സസീവ് സ്റ്റേജസ് ഓഫ് അഡാപ്റ്റേഷൻ ടു റിയാലിറ്റി ഡ്യൂറിങ് വിച്ച് ലേണേഴ്സ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് നോളേജ് ബൈ ക്രിയേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ദെയർ ഓൺ വ്യൂസ് ഓഫ് ദ വേൾഡ്. ഇത് എങ്ങനെ കൃത്യമായിട്ട് പറയാമെന്ന് വെച്ചാൽ, അഡാപ്റ്റ് ചെയ്യാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളും അല്ലേ. പുതിയതായിട്ട് ഓരോ നോളേജ് വരുമ്പോൾ, ഇപ്പോൾ ഇന്ന് തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്, ഇതൊരു കോഗ്നിറ്റീവ് ബേസ് ആയിട്ടുള്ള തിയറിയാണ്, കോഗ്നിറ്റീവ് വ്യൂ ആണ്. നമുക്കൊരു പുതിയൊരു കാര്യം കിട്ടുന്നത്, അപ്പോൾ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പഴയതിൽ നിന്ന് നമ്മൾ പുതിയതിലേക്ക് പോകണം. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ അഡാപ്റ്റ് ചെയ്യാണ്, പുതിയ നോളേജസിനെ അഡാപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ റിയാലിറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. നമ്മളുടെ ഒരു അങ്ങനെയാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നു. എന്നിട്ട് അത് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു നോളേജായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അതിങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം മനുഷ്യൻ അല്ലെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളുമാണ് നോളേജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് വരുന്നതും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നോളേജ് കൺസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത് ബൈ ക്രിയേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. നമ്മൾ ഓരോ പുതിയ നോളേജും ഇങ്ങനെ നമുക്കൊരു അറിവ് കിട്ടുന്നു, നമ്മളതിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു, ശരിയാണോ എന്ന് നമ്മൾ ആലോചിക്കുന്നു. എന്നിട്ട് നമ്മളുടെ തന്നെ ഒരു വ്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഒരു കാഴ്ചപ്പാടിലൂടെ അതിനെ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ നോളേജ് വരുന്നു, നമ്മൾ ആ ഒരു സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്ത് മാറുന്നു, ആ സിറ്റുവേഷൻ ശരിയാണോ എന്ന് പരിശോധിക്കുന്നു, ശരിയാണോ തെറ്റാണോ അതിൻ്റെ ഒരു നോളേജ് നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഹി ഒപ്പൈൻസ് ദാറ്റ് നോളേജ് ഈസ് എ ബയോളജിക്കൽ ഫംഗ്ഷൻ. അദ്ദേഹം പറയുന്നത് നോളേജ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഫംഗ്ഷൻ ആണ്. ആൻഡ് ദാറ്റ് റിസൾട്ട്സ് ഫ്രം ദ ആക്ഷൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി എങ്ങനെയാണ് ഒരു സാഹചര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതനുസരിച്ചിരിക്കും അയാളുടെ ലേണിംഗ് അല്ലേ. ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെയല്ല സ്കൂളിൽ ചെല്ലുമ്പോൾ പ്രതികരിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ ബിഹേവ് ചെയ്യുക, നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഒരു കുട്ടി മനസ്സിലാക്കുന്നിടത്താണ് അവൻ ലേണിംഗ്, അവന് എഡ്യൂക്കേറ്റഡ് ആണ്, അവന് അറിവുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ. ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെയും ട്രാൻസ്ഫർമേഷൻസിൻ്റെയും ഒക്കെ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ പഠനമെന്ന് പിയാഷെ പറയുന്നു. ഓക്കെ, ആൻഡ് പിയാഷെ കോൾസ് ഹിസ് തിയറി ജനറ്റിക് എപ്പിസ്റ്റമോളജി. അദ്ദേഹത്തിൻ്റെ തിയറീനെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് വിളിച്ചത്. ഇൻ ദ ജനറ്റിക് എപ്പിസ്റ്റമോളജി ഹി എക്സ്പ്ലെയിൻസ് ദ മെക്കാനിസംസ് ആൻഡ് പ്രോസസ്സസ് ബൈ വിച്ച് എൻ ഇൻഫൻറ്റ് ഡെവലപ്സ് ഇൻ ടു ആൻ ഇൻഡിവിജ്വൽ ഹു ക്യാൻ റീസൺ ആൻഡ് തിങ്ക് വെൽ. അദ്ദേഹം ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറിയിലൂടെ. കാരണം നമ്മളുടെ അദ്ദേഹം തിയറിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മെക്കാനിസംസ് ആൻഡ് പ്രോസസ്സസ് ബൈ വിച്ച് ആൻ ഇൻഫൻറ്റ് ഡെവലപ്സ് ഇൻ ടു ആൻ ഇൻഡിവിജ്വൽ. ഒരു ചെറിയൊരു ശിശു, ഒരു ചെറിയൊരു കുട്ടി എങ്ങനെ ഒരു വ്യക്തിയായിട്ട് വളരുന്നു, എങ്ങനെയാണ് അവനൊരു റീസൺ യുക്തി ഉപയോഗിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് അവൻ ആലോചിക്കുന്നത്, നന്നായിട്ട് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, എന്നിട്ട് പിന്നീടൊരു നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് അവൻ വളരുന്നത് എങ്ങനെയാണ്, ഡെവലപ്പ് ചെയ്തുന്നത് എങ്ങനെയാണ്, വികസിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ വ്യക്തമാക്കുന്നു. ആൻഡ് ഹി എലാബറേറ്റ്സ് ഹൗ നോളേജ് ഡെവലപ്സ് ഇൻ ചിൽഡ്രൻ. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അറിവ് ഒരു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഹി വ്യൂസ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആസ് എ progressive reorganization of mental processes as a result of biological maturation and environmental experience. ഹി വ്യൂസ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. കോഗ്നിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ളൊരു വികാസമാണ് കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ ആസ് എ പ്രോഗ്രസീവ് റീഓർഗനൈസേഷൻ ഓഫ് മെൻ്റൽ പ്രോസസ്സസ്. നമ്മുടെ മനസ്സിൽ നടക്കുന്ന മാനസികമായിട്ടുണ്ടാവുന്ന കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത്തരം പ്രോഗ്രാംസിൻ്റെ അല്ലെങ്കിൽ ഇത്തരം പ്രോസസ്സിൻ്റെ ഒക്കെ ഒരു റീഓർഗനൈസേഷനാണ്, പുരോഗതിയുള്ള ഒരു റീഓർഗനൈസേഷനാണ് യഥാർത്ഥത്തിൽ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് അദ്ദേഹം പറയുന്നു. കൺഫ്യൂഷൻ ആവണ്ട, ഓരോ ദിവസവും നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, അത് മനസ്സിലേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട് അല്ലേ. അതോടുകൂടി നമ്മുടെ ബുദ്ധി, അതുവരെ ഉണ്ടായിരുന്നുള്ളൊരു തിങ്കിങ് നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പണ്ട് വിചാരിച്ചതുപോലെ തന്നെ ഇപ്പോഴും വിചാരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നേ ഇല്ല. പക്ഷേ ഓരോ മാറ്റങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് നമ്മളുടെ വ്യൂവിൽ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ അറിവിൻ്റെ ഒരു ആധാരം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ബയോളജിക്കൽ മെച്ചുറേഷൻ. ഇതൊരു ബയോളജിക്കലി നമ്മുടെ ശരീരം വളരുന്നതോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ ജൈവികമായിട്ടുള്ള എല്ലാ അവസ്ഥാന്തരങ്ങളിലൂടെയും അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയും നമ്മളുടെ ചുറ്റുപാടിനെ അടുത്തറിയുന്നതിലൂടെയൊക്കെയാണ് നമ്മളുടെ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. ഓക്കെ,
And children construct an understanding of the world around them and experience discrepancies between what they already know and what they discover in their environment. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു കുഞ്ഞിന് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചോളൂ. നേച്ചറിലേക്ക് അവൻ ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് പൂമ്പാറ്റകളെ കാണുന്നു, പൂക്കളെ കാണുന്നു. അപ്പോൾ അവന് ഓരോരോ അറിവുകൾ വരികയാണ്. ഇത് എന്ത് പൂവാണ്, ഇതെന്താണ് ഇങ്ങനെ, എന്താണ് ഇതിൻ്റെ കളർ ഇങ്ങനെ. അപ്പം ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് അറിയുന്നുണ്ട്. അതിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ശേഖരിച്ചേക്ക് വെക്കുകയാണ്. ഓൾറെഡി അവൻ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, അറിയാത്ത കുറേ കാര്യങ്ങളാണ് പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ അറിയുന്ന കാര്യങ്ങളുമായിട്ട് അവൻ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കും. അപ്പോൾ നമുക്ക് ചെമ്പരത്തി പൂ മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ റെഫ്ലേഷ്യ അറിയില്ല. റെഫ്ലേഷ്യ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് ചെമ്പരത്തി പൂ പോലെ അല്ലല്ലോ, ഇതിൻ്റെ സ്മെല്ല് വേറെ ആണല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പഴയതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അങ്ങനെയാണ് പഠനം പോകുന്നത്. ഓക്കെ. ആൻഡ് ഫസ്റ്റ്ലി ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ മെക്കാനിസംസ് ബൈ വിച്ച് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ടേക്ക് പ്ലേസ്. ഇതിനകത്ത് ശരിക്കും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് എന്നാണ് ആദ്യം അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഷോസ് ദ 4 മെയിൻ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ത്രൂ വിച്ച് ചിൽഡ്രൻ പാസ്. പിന്നീട് അദ്ദേഹം പറയുന്നത് 4 പ്രധാന സ്റ്റേജുകളുണ്ട്, അതിലൂടെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. And the most prominent of them are schema, assimilation, accommodation and equilibration. ഇത്രയും കാര്യങ്ങളാണ് സ്കീമ, അതുപോലെ തന്നെ അസിമുലേഷൻ, അക്കോമഡേഷൻ ആൻഡ് ഇക്വിലിബ്രേഷൻ. ഈ 4 സ്റ്റേജസിനെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്ക് ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്നാമത് എന്താണ് സ്കീമ എന്ന് എഴുതുക. ഓക്കെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വട്ടം വരയ്ക്കാം, ഒരു ചെറിയൊരു വട്ടം വരയ്ക്കാം. ഓക്കെ. നിങ്ങൾക്കറിയാലോ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ അത്രയും വലുപ്പത്തിലൊരു ചെറിയൊരു വട്ടം വരയ്ക്കാം. എന്നിട്ട് അതിനുള്ളിൽ കുറേ കുത്ത് ഇടുക. ഈ കുത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്കീമ എന്ന് കൊടുക്കുക. ഓക്കെ. കുത്തിനെ നമ്മൾ ആരോ മാർക്ക് ഇട്ടിട്ട് സ്കീമ എന്ന് എഴുതുക. ഈ വട്ടത്തിനെ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാമോ, കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് എഴുതുക. എന്നിട്ട് സ്കീമ എന്താണെന്ന് വിശദീകരിക്കുക. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീമ ഈസ് എ യൂണിറ്റ് ഓഫ് വൺസ് മെൻ്റൽ സ്ട്രക്ചർ ഇൻ ദ ഫോം ഓഫ് ഇൻ്റലക്ച്വൽ എബിലിറ്റി ടു പെർഫോം സംതിങ്. ഓക്കെ. അപ്പോൾ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ, ഇങ്ങനെ എഴുതിയാൽ മതി. ബേസിക് യൂണിറ്റ് ഓഫ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. നമ്മൾ ആ വട്ടത്തിനെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്നല്ലേ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് എന്ത്, സ്കീമാസ്. അപ്പോൾ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൻ്റെ ഒരു ബേസിക് യൂണിറ്റ് ആണ്. ഓക്കെ. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇവിടെ തന്ന പോലെ സ്കീമ ഈസ് എ യൂണിറ്റ് ഓഫ് വൺസ് മെൻ്റൽ സ്ട്രക്ചർ ഇൻ ദ ഫോം ഓഫ് ഇൻ്റലക്ച്വൽ എബിലിറ്റി ടു പെർഫോം സംതിങ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പെർഫോം ചെയ്യണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിൽ ഉണ്ടാവേണ്ട കുറേ അറിവുകളില്ലേ, അതിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ബ്ലഡ് ഓഫ് നോളേജ്. ഇങ്ങനെ എഴുതിക്കോളൂ. ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ബ്ലഡ് ഓഫ് നോളേജ്, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളേജ്, ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. എന്നുവെച്ചാൽ അറിവിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഈ സ്കീമാസ് എന്ന് പറയുന്നത്. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് എ കാറ്റഗറി ഓഫ് നോളേജ് ദാറ്റ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ഇൻ്റർപ്രറ്റ് ദ വേൾഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കാറ്റഗറി ഓഫ് നോളേജ് ആണ്. ദാറ്റ് ഹെൽപ്സ് us, അത് നമ്മളെ സഹായിക്കുന്ന എന്തിനാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും, ഈ ലോകത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമ്മളത് സഹായിക്കുന്നു. ഇനി schemas are modified, changed and enlarged as a result of new environmental interactions. They are connected with other schemas and form more complex schemas. ഒരു സ്കീമ എന്ന് പറയുന്നത് എപ്പോഴും മോഡിഫയബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും മാറ്റി തീർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചേഞ്ച്ഡ് ആൻഡ് എൻലാർജ്ഡ്, അത് ഒരുപാട് വികാസമുള്ളതാണ്, അതിനെ മാറ്റാൻ പറ്റുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് എൻലാർജ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ന്യൂ എൻവയോൺമെൻറ്റൽ ഇൻറ്ററാക്ഷൻസ്. പുതിയ പാരിസ്ഥിതികമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസിൽ വരുമ്പോൾ പഴയ സ്കീമാസിന് എന്ത് സംഭവിക്കാം, ചിലപ്പോൾ മാറ്റം സംഭവിക്കും, ചിലപ്പോൾ തീർച്ചയായിട്ടും അത് പോയെന്ന് വരാം. ഓക്കെ. ആൻഡ് ദേ ആർ കണക്റ്റഡ് വിത്ത് അതർ സ്കീമേഴ്സ്, അത് മറ്റ് സ്കീമുകളുമായിട്ട് കണക്ട് ചെയ്തതും കൂടിയാണ്. ആൻഡ് ഫോർ മോർ കോംപ്ലക്സ് സ്കീമേഴ്സ്, പുതിയ സങ്കീർണമായിട്ടുള്ള സ്കീമേഴ്സ് ഉണ്ടാക്കും. അങ്ങനെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറയണേ, നമുക്കിപ്പം മമ്മൂക്ക അല്ലേ, ഒരു തോന്നലുണ്ട് മമ്മൂക്കയെ പറ്റിയിട്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് കുറച്ച് നോളേജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അങ്ങനെ ഒരു ദിവസം നമുക്ക് മമ്മൂക്കനെ നേരിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ സാധാരണ പറയുന്നുണ്ട് മമ്മൂക്ക ഭയങ്കര ജാടയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നേരിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം ഇതുവരെ നമ്മൾ മമ്മൂക്കയെ പറ്റിയിട്ട് നമുക്കൊരു കുറച്ച് ധാരണകളുണ്ടായിരുന്നു, കേട്ടറിവുകളും അതുപോലെ ചിലരിൽ നിന്ന് വായിച്ചുള്ള അറിവുകളും ഒക്കെ വെച്ചിട്ട് നമുക്കിതൊരു ധാരണ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം പെട്ടെന്നൊരു ദിവസം നമ്മൾ നേരിട്ട് കാണുകയാണ്, കുറച്ച് സമയം ചിലവഴിക്കുകയാണ്, ഒരു ഫുൾ ഡേ ചിലവഴിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ കോൺസെപ്റ്റ് മുഴുവനും പോയിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള, ഓൾറെഡി നമ്മൾ വായിച്ചും കേട്ടും മാത്രം അറിയുന്ന കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ
ഒക്കെ തന്നെയും ഓരോരോരോ സ്കീമകളാണ്. മമ്മൂക്ക ഇങ്ങനെയാണ്, മമ്മൂക്ക ഇങ്ങനെയാണ് നല്ല കുറേ സ്കീമാസാണ്. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ നമ്മൾ പുതിയൊരു സിറ്റുവേഷനിൽ ചെന്നു, നേരിട്ട് കാണുകയാണ്, പരിചയപ്പെടുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയൊന്നുമല്ല, നമ്മൾ കേട്ടറിഞ്ഞത് പോലെയൊന്നുമല്ല. അപ്പോൾ ആ പഴയ സ്കീമാസ് മുഴുവനും എന്ത് ചെയ്യും, പതുക്കെ അവിടെ മാറിയിട്ട് പുതിയ സ്കീമാസ് മനസ്സിനുള്ളിലേക്ക് വരും. ചിലപ്പം നമ്മൾ കേട്ട് തന്നെ ആയിരിക്കാം, ശരിയായിരിക്കാം അല്ലേ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ശരിയാണല്ലോ, അപ്പോൾ ആ സ്കീം അവിടെ അടിയുറച്ച് പോവുകയാണ് പിന്നെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യും. അങ്ങനെയാണ്, പക്ഷേ ഇങ്ങനെയും കൂടിയാണ് എന്നുള്ളൊരു, അപ്പോൾ മോഡിഫൈ ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു അറിവ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അറിവ് ഉണ്ടാവുന്നത് എന്നാണ് അർത്ഥം. പിന്നീട് ആ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട്, അപ്പോൾ ഫസ്റ്റ് ഡേ ഒരു ദിവസം മുഴുവൻ നമ്മൾ നിന്നു, അങ്ങനെ പരിചയപ്പെട്ടു. ഇനി കുറേ നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ അറിവുകളായിരിക്കും വേറെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കീമയിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഇംപ്രിൻ്റ് ചെയ്ത് വരും. അതേപോലെ തന്നെയാണ് ഇപ്പം മമ്മൂക്ക എന്നൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ആൻഡ് ന്യൂ സ്കീമാസ് എക്സിസ്റ്റ് ഈവൻ ദ ടൈം ഓഫ് കൺസെപ്ഷൻ ആൻഡ് ലേറ്റർ ഡെവലപ്പ് സിസ്റ്റമാറ്റിക്കലി ആസ് എ ചൈൽഡ് ഇൻട്രാക്ട്സ് വിത്ത് ദ എൻവയോൺമെൻറ്റ് ആഫ്റ്റർ ബർത്ത്. അപ്പോൾ ഓൾറെഡി ഉള്ള സ്കീമാസ് ഒക്കെ തന്നെയും പിന്നീട് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അവന് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസിലൂടെയും ഓരോ എൻവയോൺമെൻറ്റിലൂടെയും അവനിങ്ങനെ മാറി പുതിയ സ്കീമാസ് ഇങ്ങനെ വരുന്നു, പഴയ സ്കീമയിലേക്ക് ഇങ്ങനെ അടുക്കടുക്കായിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ചൈൽഡ് മേ ഹാവ് എ സ്കീമ അബൌട്ട് എ ടൈപ്പ് ഓഫ് ആനിമൽസ് സച്ച് ആസ് എ ഡോഗ്. ഇപ്പോൾ ഒരു ഡോഗിനെ പറ്റിയിട്ടൊരു ഐഡിയ ഒരു കുഞ്ഞിനുണ്ടെന്ന് വിചാരിച്ചോ, അവിടെ അവന് അതിനെ പറ്റിയിട്ടൊരു സ്കീമ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇഫ് ദ ചൈൽഡ് സോൾ എക്സ്പീരിയൻസ് ഹാസ് ബീൻ വിത്ത് സ്മോൾ ഡോഗ്സ്, എ ചൈൽഡ് മൈറ്റ് ബിലീവ് ദാറ്റ് ഓൾ ഡോഗ്സ് ആർ സ്മാൾ, ഫ്യൂറി, ഫറി ആൻഡ് ഹാവ് 4 legs. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഒരു ചെറിയൊരു പട്ടിക്കുട്ടീനെയാണ് അതിന് കണ്ടിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. നല്ല രോമമൊക്കെ ഉള്ള, നല്ല ഫറി ആയിട്ടുള്ള, അല്ലെങ്കിൽ 4 ലെഗുള്ള ഡോഗ് ആണ് കണ്ടിട്ടുള്ളതെന്ന് വിചാരിച്ചോ. അപ്പോൾ അവൻ വിചാരിക്കും ലോകത്തുള്ള എല്ലാ ഡോഗ്സും ഇതുപോലെയാണെന്ന് അല്ലേ. മറ്റൊരു ഡോഗിനെ കണ്ട് മുട്ടുന്നത് വരെ അല്ലെങ്കിൽ മറ്റ് ടൈപ്സിനെ അറിയുന്നത് വരെ അവൻ്റെ ഉള്ളിലുള്ളത് ഈ ഒരു തോന്നൽ മാത്രമാണ്. പിന്നീട് അവനിങ്ങനെ മാറി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. And suppose that the child then sees a very large dog, the child will receive this new information modifying the previously existing schema. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്കീമേനെ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്ത് പുതിയൊരു അറിവുണ്ട്, വലിയ പട്ടികളും ഈ ലോകത്തുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അങ്ങനെ കുഞ്ഞിനുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പഠിപ്പിച്ചപ്പോൾ വേറെ കുറേ ചിത്രങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു. ആദ്യം നിങ്ങൾ ആ സ്കീമേൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കുക, അതിന് ശേഷം ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് ഞാൻ എക്സാമിന് വരച്ചത്. കാരണം ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. 1 അസിമിലേഷൻ, 2 ഇക്വിലിബ്രേഷൻ, ന്യൂ സിറ്റുവേഷൻ, ഡിസിക്വിലിബ്രിയം, അക്കോമഡേഷൻ. ഇതിങ്ങനെ പോകുന്നു, ആരോ മാർക്കും. ഇത് കറക്റ്റ് ആവണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നും ചെയ്യരുത്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വായിച്ചു നോക്കാം എന്താണ് ഓരോന്നും. ഈ ഡയഗ്രാം മനസ്സിൽ പതിഞ്ഞല്ലോ. ആദ്യം അസിമിലേഷൻ, അടിയിൽ അക്കോമഡേഷൻ, നടുക്ക് ഇക്വിലിബ്രേഷൻ, ന്യൂ സിറ്റുവേഷൻ, ഡിസിക്വിലിബ്രേഷൻ, പിന്നെ ഇങ്ങനെ ആരോ മാർക്ക് പോകുന്നു. ഓക്കെ, ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇനി എന്താണ് അസിമിലേഷൻ? ഇനി ഇത് എഴുതണം. എന്താണ് അസിമിലേഷൻ എന്നുള്ളത് എഴുതി കൊടുക്കണം കേട്ടോ. അസിമിലേഷൻ മീൻസ് ഇൻകോർപ്പറേറ്റിംഗ് ന്യൂ ഈവൻറ്റ്സ് ഇൻ ടു പ്രീ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ്. സിമിലർ എന്ന് പറയുന്നില്ലേ, അപ്പം ഒരേപോലെയുള്ളത്. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സിറ്റുവേഷൻ ഇങ്ങനെ വരികയാണ്, അത് നമ്മുടെ പഴയ സിറ്റുവേഷനുമായിട്ട് എന്ത് ചെയ്യാണ്, കോർത്തിണങ്ങി പോകുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ പേഴ്സൺ ടേക്സ് ഇൻഫർമേഷൻ ഇൻ ടു ദെയർ മൈൻഡ് ഫ്രം ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഇറ്റ് ഫിറ്റ് ടു ദ എക്സിസ്റ്റിംഗ് സ്കീമ. ഇപ്പം നമ്മുടെ മനസ്സിലുള്ള ഒരു സ്കീമയുമായിട്ട് ചേർന്ന് പോകുന്ന അറിവുകൾ പുതിയതായിട്ട് വരുന്നതിനെയാണ് യഥാർത്ഥത്തിൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇംപ്ലൈസ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂ ഇൻഫർമേഷൻ ഫ്രം ദ എൻവയോൺമെൻറ്റ്. ഇതെന്ത് ചെയ്യുന്നു, പുതിയ അറിവുകൾ നമ്മുടെ ഒരു പരിസ്ഥിതിയിൽ നിന്ന് ഇങ്ങനെ അക്വയർ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് വെൻ ഹ്യൂമൻസ് ഫേസ് ന്യൂ ഇൻഫർമേഷൻ ആൻഡ് റെഫർ ടു പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു മേക്ക് സെൻസ് ഓഫ് ഇറ്റ്. അപ്പോൾ പ്രീവിയസ്ലി നമുക്ക് ഉണ്ടായിട്ടുള്ള മുൻ ധാരണകൾ അല്ലെങ്കിൽ മുൻ അറിവുകളാണ് ഇതിനെ സഹായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീയിങ് എ ഡോഗ് ആൻഡ് ലാബിലിംഗ് ഇറ്റ് ഡോഗ് ഈസ് ആൻ ആക്ട് ഓഫ് അസിമുലേറ്റിംഗ് ദ അനിമൽ ഇൻ ടു ദ ചൈൽഡ്സ് ഡോഗ് സ്കീമ. ഓക്കെ, ഇപ്പം നമ്മളൊരു ഡോഗിനെ കാണുമ്പോൾ ഇതൊരു ഡോഗാണ് നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഡോഗിനെ പറ്റിയിട്ടുള്ളൊരു സ്കീമ ഉണ്ട് അല്ലേ, ഡോഗുകൾ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ എന്തുകൊണ്ട് നമ്മൾ പൂച്ചേനെ കണ്ടിട്ട് ഡോഗാണെന്ന് പറയുന്നില്ല? കാരണം നമുക്കറിയാം പൂച്ച വേറെയാണെന്നുള്ള അറിവ് നമ്മുടെ മനസ്സിലുണ്ട്, ഡോഗ് വേറെയാണെന്നുള്ള അറിവ് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതൊരു ഡോഗാണ് കേട്ടോ, ഒരു ഡോഗിനെ കാണുമ്പോൾ ഒരു ഡോഗാണ് കേട്ടോ എന്ന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്? ഓൾറെഡി നമ്മുടെ മനസ്സിലുള്ള ചില കാരണങ്ങൾ സ്കീമകളുണ്ട്. അപ്പോൾ അതുമായിട്ട് അസിമുലേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തേത് അക്കോമഡേഷൻ.
അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് ചേഞ്ച് ടു അക്കോമഡേറ്റ് ദ ന്യൂ ഇൻഫർമേഷൻ. പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ പഴയ ഇൻഫർമേഷൻ മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മമ്മൂക്കിനെ പറ്റി പറഞ്ഞു, ജാടയാണെന്നുള്ള കാര്യം, അത് മാറിയിട്ട് നല്ല മനുഷ്യനാണ് കേട്ടോ എന്നുള്ളൊരു പുതിയ അറിവാണെങ്കിൽ അത് മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഓർ മോഡിഫൈയിങ് ദി എക്സിസ്റ്റിംഗ് സ്കീമാസ് ഇൻ ദ ലൈറ്റ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ. പുതിയൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള സ്കീമാസിനെ നമ്മൾ കളയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഹിയർ ദ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ അണ്ടർഗോസ് സം മോഡിഫിക്കേഷൻ ഇൻ ഓർഡർ ടു റിസീവ് ദ ന്യൂ ഇൻഫർമേഷൻ. മോഡിഫിക്കേഷന് കാരണമാവുകയാണ് ചെയ്യുന്നത്. പഴയ സ്കീമാസ് മോഡിഫൈ ചെയ്യുന്നു, ചിലപ്പോൾ ചേഞ്ച് ചെയ്യുന്നു, ചിലപ്പോൾ അത് മുഴുവനായിട്ടും തെറ്റായിട്ട് മായ്ച്ച് കളയേണ്ടി വരുന്നു, പുതിയത് ഇവിടെ വരുന്നു. ആൻഡ് ന്യൂ സ്കീമാസ് മേ ബി ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്സ്. ഇപ്പോൾ നിങ്ങളൊരു ഇത് ആലോചിച്ചാൽ മതി, സ്ലേറ്റ് നമ്മൾ എഴുതിയത് മായ്ച്ചിട്ട് പുതിയ ഇത് എഴുതാറില്ലേ, തെറ്റിയത് മായ്ച്ച് പുതിയത് എഴുതാറില്ല. അപ്പം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ന്യൂ സ്കീമാസ് മേ ബി ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്സ്. പുതിയ സ്കീമാസ് ഉണ്ടാവാം. അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ ഗോ ടുഗെദർ. ഈ അക്കോമഡേഷനും അസിമുലേഷനും ഒക്കെ ഒരേപോലെയാണ് പോകുന്നത് കേട്ടോ. ഒരുമിച്ച് പോയിട്ടാണ് പിന്നീട് ഇങ്ങനെ നമുക്ക് തിരിച്ചറിവുകൾ വരുന്നത്. ഓക്കെ, ഇനി ഇക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ സ്കീമാസ് ചേഞ്ച് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ ഫോർ മെയിൻറ്റെയിനിങ് ബാലൻസ് ബിറ്റ്വീൻ ദ പേഴ്സൺ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയൊരു അറിവുണ്ട്, പഴയൊരു സ്കീമുണ്ട്, പുതിയൊരു സ്കീമുണ്ട്, രണ്ട് തമ്മിലൊന്ന് ഇക്വിലിബ്രിയത്തിലാക്കിയിട്ട് ഒന്ന് തുല്യമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. കാരണം ആ സിറ്റുവേഷൻ ഒന്നും ഇങ്ങോട്ട് പോകണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ മോഹൻലാൽ ഫാൻസിൻ്റെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് നമ്മൾ പറഞ്ഞു മമ്മൂക്ക് അങ്ങനെയാണ്, മമ്മൂക്ക് ഇങ്ങനെയാണ്, മമ്മൂക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും ഒന്ന് പോടേ എന്നൊക്കെ പറയും അല്ലേ, ഭയങ്കര ജാടയെന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു എന്താ ജാട എന്നൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ ജാടയൊന്നുമല്ല അല്ലേ, നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് അവിടെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇക്വിലിബ്രിയത്തിലെത്തുക എന്ന് നമുക്ക് ഇതിനകത്ത് പറയാം. അപ്പോൾ ഇതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ സ്കീമാസ് ചേഞ്ച് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ ഫോർ മെയിൻറ്റെയിനിങ് ബാലൻസ് ബിറ്റ്വീൻ ദ പേഴ്സൺ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. And when a child encounters new information which is not conformed by his എക്സിസ്റ്റിംഗ് സ്കീം, അപ്പം പഴയൊരു സ്കീമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനേ പറ്റുന്നില്ല, ഒരു പുതിയ അറിവ് കിട്ടിയപ്പോൾ എന്ന് വിചാരിച്ചോളൂ. ഹി എക്സ്പീരിയൻസസ് കൺഫ്യൂഷൻ ഓർ ആബ്സെൻസ് ഓഫ് പീസ്. അവനപ്പോൾ ആകെ കൺഫ്യൂഷനാവും, അവന് സമാധാനം നഷ്ടപ്പെടും. ദിസ് കൺഫ്യൂഷൻ ഈസ് കോൾഡ് ഡിസിക്വിലിബ്രിയം. ഈ ഒരു കൺഫ്യൂഷനെയാണ് നമ്മൾ ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം ഇല്ലാത്തൊരവസ്ഥ. ആൻഡ് ഇറ്റ് ഈസ് എ ഇംബാലൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് അണ്ടർസ്റ്റുഡ് ആൻഡ് വാട്ട് ഈസ് എൻകൗണ്ടേർഡ്. ഇറ്റ് റിഫ്ലെക്ട്സ് ഫെയിലിയർ ഓഫ് അസിമുലേഷൻ. ഇവിടെ അസിമുലേഷൻ ഒരു ഫെയിലിയർ ഉണ്ടാവുന്നു, കാരണം പഴയ അറിവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനേ പറ്റുന്നില്ല. പുതിയൊരു അറിവ് നമുക്ക് കിട്ടിയത് അപ്പോൾ പഴയതല്ലല്ലോ ശരി എന്നുള്ളത് നമുക്ക് കിട്ടുന്നു. ആൻഡ് ഇവൻച്വലി ദ ചൈൽഡ് ചേഞ്ചസ് ഹിസ് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് ടു അക്കോമഡേറ്റ് ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് മൂവ്സ് ബാക്ക് ഇൻ ടു ഇക്വിലിബ്രിയം. അങ്ങനെ ഇതായിരിക്കും ശരി, ഇതാണ് ശരി എന്നുള്ളതിലേക്ക് വരികയും അങ്ങനെ അവിടെ ഒരു ഇക്വിലിബ്രേഷനിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പുതിയ എക്സ്പീരിയൻസിലേക്ക് അത് അക്കോമഡേറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, അങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടോ, ഇതൊക്കെ പെട്ടെന്നല്ലേ നടക്കുന്നത്. അതെ, മൈൻഡിന് അത്രയും പവറുള്ളതല്ലേ. നമ്മളിതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും പ്രോസസ്സായിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് നീളത്തിൽ പറയേണ്ടി വരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ ആ കാര്യങ്ങൾ. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇത് ഞാൻ എക്സാമിന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഇതെനിക്ക് ഓർമ്മയിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്. നിങ്ങൾ ഈ ഒരു ഹെഡിങ് മാത്രം പഠിച്ചു വയ്ക്കുക കേട്ടോ, ഉള്ളിലുള്ളത് എഴുതാൻ ഈസിയാണ്. Piaget specifies the abilities the children will have at different stages of their intellectual ഡെവലപ്മെൻറ്റ്. ഓരോ കുട്ടികൾക്കും ഇൻ്റലക്ച്വലി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന ഓരോരോ സ്റ്റേജിനെ പറ്റിയിട്ടും പിയാഷെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹി യൂസസ് സം ടേംസ് വൈൽ ക്ലാരിഫൈങ് ദ പെർഫോമൻസസ് ആസ്പെക്ട്സ് ദേ ആർ ഗിവൺ ബിലോ. അദ്ദേഹം കുട്ടികളുടെ ഒരു പെർഫോമൻസിനെ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഒന്ന് സീരിയേഷൻ. ഓക്കെ, സീരിയേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി എബിലിറ്റി ടു സോർട്ട് ഒബ്ജക്ട്സ് ഇൻ ആൻ ഓർഡർ അക്കോർഡിംഗ് ടു സൈസ്, ഷേപ്പ് ഓർ എനി അതർ ക്യാരക്ടറിസ്റ്റിക്സ്. സീരിയേഷൻ എന്ന് പറഞ്ഞാൽ സീരിയൽ എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചാൽ എന്ന് വെച്ചാൽ ഒരു ഓർഡറിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുക ഓരോ കാര്യങ്ങളെയും. ഓക്കെ, അതിൻ്റെ സൈസ് കൊണ്ടോ ഷേപ്പ് കൊണ്ടോ എന്തെങ്കിലും വേറെ ക്യാരക്ടറിസ്റ്റിക്സ് കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വരില്ലേ, അത് തന്നെയാണ് സീരിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ട്രാൻസിറ്റിവിറ്റി കാണുന്നില്ല അല്ലേ ഇത്. ഓക്കെ, ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ എബിലിറ്റി ടു റിക്കഗ്നൈസ് ലോജിക്കൽ റിലേഷൻഷിപ്സ് എമംഗ്. തെറ്റ് വരുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഒന്നും കൂടി വായിക്കാം. ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ എബിലിറ്റി ടു റീഓർഗനൈസ് ലോജിക്കൽ റിലേഷൻഷിപ്സ് എമംഗ് എലമെൻറ്റ്സ് ഇൻ എ സീരിയൽ ഓർഡർ ആൻഡ് പെർഫോം ട്രാൻസിറ്റീവ് ഇൻഫറൻസസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഈസ് ടോളർ ദാൻ ബി ആൻഡ് ബി ഈസ് ടോളർ ദാൻ സി ദെൻ എ മസ്റ്റ് ബി ടോളർ ദാൻ സി. ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ലോജിക്കൽ റിലേഷൻഷിപ്പ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള നമ്മളുടെ ഒരു കപ്പാസിറ്റിയാണ്. അത്രയും പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ
നമ്മളിപ്പം PSC കണ്ടിട്ടില്ലേ കുറേ ക്വസ്റ്റ്യൻസ്, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻ്റലക്ച്വലി നമ്മൾ ആലോചിച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കും. ഇപ്പോൾ സീതയുടെ അമ്മയാണ് ലീനയുടെ അച്ഛനാണിത്, അങ്ങനെയാണെങ്കിൽ ലിജോയും തമ്മിലുള്ള ബന്ധം എന്താ, അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ. അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങൾക്കൊക്കെ വരുന്നത് ട്രാൻസിറ്റിവിറ്റി, നമുക്ക് ലോജിക്കൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനെയാണ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി എബിലിറ്റി ടു നെയിം ആൻഡ് ഐഡൻറ്റിഫൈ സെറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ് according to appearance, size or other characteristics, including the idea that one set of objects can include another. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഗുണമുള്ളതിനെ ഇങ്ങനെ തരംതിരിക്കാനുള്ളൊരു കഴിവില്ലേ, അത് തന്നെയാണ് ക്ലാസിഫിക്കേഷൻ. ദെൻ ഡീസെൻട്രിങ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വെർ ദ ചൈൽഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് എ പ്രോബ്ലം ടു സോൾവ് ഇറ്റ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വഴികൾ കണ്ടുപിടിക്കാറുണ്ട്. അപ്പം ഈ ഒരു കഴിവിനെയാണ് ഡീസെൻട്രിങ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാ എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് ഡീസെൻട്രിങ് എന്ന് പറയുന്നത്. ആൻഡ് റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എബിലിറ്റി ഓഫ് എ ചൈൽഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്പേഴ്സ് ഓർ ഒബ്ജക്ട്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ആൻഡ് ദെൻ റിട്ടേൺ ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ്. For this reason, a child will be able to rapidly determine that if 4 plus 4 equals to 8, 8 minus 4 will be equal to 4, the original quantity. ഇവിടെ റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും എങ്ങനെയായാലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഇവിടെ ഉദാഹരണം പറഞ്ഞല്ലോ, 4 + 4 8 8 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, 4 എന്നുള്ളൊരു തിരിച്ചറിവ്. ഇതിനാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒന്ന് സീരിയേഷൻ, ട്രാൻസിറ്റിവിറ്റി ആൻഡ് ക്ലാസിഫിക്കേഷൻ, ദെൻ ഡീസെൻട്രിങ്, ദെൻ റിവേഴ്സിബിലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. 2 കൂടി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഒന്ന് കൺസർവേഷൻ ആണ്, ലാസ്റ്റ് വൺ. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ദി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ക്വാണ്ടിറ്റി, ലെങ്ത് ഓർ നമ്പർ ഓഫ് ഐറ്റംസ് ഈസ് അൺറിലേറ്റഡ് ടു ദി അപ്പിയറൻസ് ഓഫ് ദി ഐറ്റംസ്. കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ദി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ക്വാണ്ടിറ്റി, ലെങ്ത് ഓർ നമ്പർ ഓഫ് ഐറ്റംസ് ഈസ് അൺറിലേറ്റഡ് ടു ദി അപ്പിയറൻസ് ഓഫ് ദി ഐറ്റംസ്. ഇത് ഇപ്പം ക്വാണ്ടിറ്റി അളവാണെങ്കിലും അല്ലെങ്കിൽ നീളമോ നമ്പറോ എണ്ണോ എന്ത് വേണമെങ്കിൽ മറ്റൊന്നുമായിട്ടത് റിലേറ്റഡ് അല്ല, അൺറിലേറ്റഡ് ആണ് എന്നുള്ള ഒരു തിരിച്ചറിവിനെയാണ് കൺസർവേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എലിമിനേഷൻ ഓഫ് ഈഗോസെൻട്രിസം ആണ്. ദിസ് ഈസ് ദ എബിലിറ്റി ടു വ്യൂ തിങ്സ് ഫ്രം അനദേഴ്സ് പെർസ്പെക്റ്റീവ്. മറ്റൊരാളുടെ മനസ്സിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് ഈഗോസെൻട്രിസം ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് പറയാം എംപത്തി ഒക്കെ ആയിട്ട് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നതാണ് എലിമിനേഷൻ ഓഫ് ഈഗോസെൻട്രിസം. ദാറ്റ് ഈസ് ആക്ച്വലി ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ്. ഇറ്റ് കോൾസ് ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് എ ചൈൽഡ് ഇൻ ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇവിടെ കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നു. ലേണേഴ്സ് ഷുഡ് ബി എനേബിൾഡ് ടു കണക്ട് ന്യൂ ഇൻഫർമേഷൻ ടു ദി എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് അറൗസ് ക്യൂരിയോസിറ്റി ഓഫ് ലേണേഴ്സ് ആൻഡ് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ഓർ റിയൽ ഈവൻറ്റ്സ് ഫെസിലിറ്റേറ്റ് ലേണിംഗ്. അതുപോലെ suitable experiences for assimilation and accommodation should be provided and instruction should be individualized. Focus on the process of learning rather than the product of it and use collaborative as well as individual tasks. Evaluate children's level of development and give suitable tasks. So that ഇതൊക്കെയാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. സോ ഐ തിങ്ക് അദ്ദേഹത്തിൻ്റെ തിയറി കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ലോങ് വീഡിയോ ആയിരുന്നു, കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ ഒരു പിക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ, ഏത് പിക്ചറാണ് ഓർമ്മയില്ലേ? ദിസ് വൺ. ഇത് വരച്ചിട്ട് എന്താണ് അസിമിലേഷൻ, എന്താണ് അക്കമഡേഷൻ, എന്താണ് ഇക്വിലിബ്രേഷൻ, എന്താണ് ഡിസെക്വിലിബ്രേഷൻ, ന്യൂ സിറ്റുവേഷൻ വരുന്നത് എങ്ങനെയാണ്, ആ ഒരു കാര്യം ഒന്ന് എഴുതി വെക്കുക. അതുപോലെ ആ സ്കീമയുടെ ആ ഒരു റൗണ്ട്, പിന്നെ കുറേ കുത്ത് സംഭവം അത് വരയ്ക്കുക കേട്ടോ. അത് ഞാനിവിടെ വരയ്ക്കാൻ മറന്നുപോയതാണ്, അത് നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. Okay, so that's all Piaget's genetic epistemology. Thank you so much.